തൃശൂരിൽ ബി.ജെ.പിയെ ജയിപ്പിച്ചതിൽ പങ്കുണ്ടെന്ന് കെ.പി.സി.സി സമിതി കണ്ടെത്തിയ ജോസ് വള്ളൂരിന് ക്ലീൻ ഷീറ്റ് നൽകിയ കെ.പി.സി.സി പ്രസിഡന്റ് കെ സുധാകരനെതിരെ കോൺഗ്രസിൽ തന്നെ പ്രതിഷേധം. മുൻ ഡി.സി.സി പ്രസിഡന്റ് ജോസും യു.ഡി.എഫ് ചെയർമാനുമായിരുന്ന എം.പി വിൻസെന്റും ടി.എൻ പ്രതാപൻ, അനിലക്കര എന്നിവർക്കൊപ്പം കുറ്റക്കാരാണെന്ന് കെ.പി.സി.സി സമിതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ജോസിന് തോൽവിയിൽ പങ്കില്ല എന്നാണ് കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കയ്യിലിരിക്കുന്ന റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചാണ് സുധാകരന്റെ പ്രസ്താവന എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ബി.ജെ.പിയുടെ വിജയത്തിന് കാരണക്കാരായവരെ സംരക്ഷിക്കുന്ന സുധാകരന്റെ നിലപാടിനെതിരെ കടുത്ത പ്രതിഷേധമാണ് നേതാക്കൾ ഉയർത്തുന്നത്. സുധാകരന്റെ സ്വന്തക്കാരനായാണ് ജോസ് അറിയപ്പെടുന്നത് തന്നെ. റിപ്പോർട്ട് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജോസ് വള്ളൂർ ഹൈക്കമാൻഡിനെ സമീപിച്ചിട്ടുമുണ്ടായിരുന്നു. ജില്ലയിൽ കോൺഗ്രസ് നേതൃത്വം കൈയാളുന്ന ടി.എൻ പ്രതാപൻ, അനിലക്കര, ജോസ് വള്ളൂർ എന്നിവരെ ഒതുക്കാൻ കെ.സി വേണുഗോപാൽ വിഭാഗം നടത്തിയ ഓപ്പറേഷനാണ് റിപ്പോർട്ട് ചോർന്നതിന് പിന്നിലെന്നാണ് പറയപ്പെടുന്നത്. ഡി.സി.സി ഓഫീസിലുണ്ടായ കൂട്ടത്തല്ലിനെ തുടർന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്തായ ജോസിനെ വീണ്ടും പ്രസിഡന്റാക്കാൻ പിന്തുണ തേടി കെ.സി വേണുഗോപാലിനെ ഒരു വിഭാഗം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. തനിക്കൊപ്പം നിൽക്കുന്ന ജോസഫ് ടാജറ്റിനെ പ്രസിഡന്റ് ആക്കാനാണ് വേണുഗോപാലിന്റെ നീക്കം. അതുവഴി ജില്ലയിലൂടെ നിയന്ത്രണം പിടിക്കലാണ് ലക്ഷ്യവും. കോൺഗ്രസ് ബി.ജെ.പിക്ക് വോട്ട് മറിച്ചതിനാലാണ് തൃശൂരിൽ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായതെന്ന് സമ്മതിക്കുന്ന കെ.പി.സി.സി റിപ്പോർട്ട് പുറത്തായതോടെ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള ആവശ്യവും ശക്തമാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മുരളീധരന്റേതും. തനിക്ക് പറയാനുള്ളത് സമിതി അംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നും മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തോൽവിക്ക് കാരണക്കാരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്ന ടി.എൻ പ്രതാപൻ കെ.പി.സി.സി വർക്കിംഗ് പ്രസിഡന്റ് തന്നെയാണ്. സിറ്റിംഗ് എം.പി ആയ അദ്ദേഹത്തെ മാറ്റി മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് ഈ പദവി ലഭിച്ചത്. കെ.എസ്.യുവിന്റെ ചുമതലയും പ്രതാപന് തന്നെയാണ്. അനിലക്കര കെ.പി.സി.സി എക്സിക്യൂട്ടീവ് അംഗമാണ്. ഇവരെ പദവികളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യവും. തൃശൂർ കോർപ്പറേഷനിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചും തൃശൂർ, ഒല്ലൂർ, പുതുക്കാട്, മണലൂർ, ഞാട്ടിക തുടങ്ങിയ മണ്ഡലങ്ങളുമായി ബി.ജെ.പി വോട്ടുകൾ അനധികൃതമായി ചേർത്തപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കണ്ണടച്ചു എന്ന ആരോപണവും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ 86,965 വോട്ടാണ് കോൺഗ്രസിന് കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബി.ജെ.പി ജയിച്ചത് 74,686 വോട്ടിനുമാണ്. കെ.സി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് കെ.പി.സി.സി ഓഫീസിൽ നിന്നാണ് ചോർന്നത് എന്നുള്ള ആരോപണവും ഉയർന്നു വരുന്നുണ്ട്. തന്റെ പേര് ഡി.സി.സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർന്നത് കണ്ടാണ് ഇത്തരം അപവാദ പ്രചരണമെന്നാണ് അനിലക്കര പറയുന്നത്.